ആണ്ടുവട്ടത്തിലെ രണ്ടാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. യോഹന്നാൻ 1:29 ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായി 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വയ്ക്കുവാൻ ശ്രമിക്കുന്നത്. സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ്. ഇത് യേശു ദൗത്യത്തിൻ്റെ ബലിയർപ്പണ സ്വഭാവത്തിൻ്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഇതിന്, അതായത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നതിന് 2 അർത്ഥങ്ങളുണ്ട്. 1, പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന് പകരം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു. ഇതിൽ നമ്മൾ 4 കാര്യങ്ങൾ ചിന്തിക്കുന്നു. 1 യഹൂദരുടെ പെസഹ തിരുനാളിൻ്റെ തലേന്നാൾ യോഹന്നാൻ 19:14 സന്ധ്യാസമയത്ത് പെസഹ ഭക്ഷണത്തിനുള്ള പെസഹ കുഞ്ഞാടിനെ അറുത്തിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള 3 മണി പെസഹ തിരുനാളിൻ്റെ തലേ ദിവസത്തെ ജാഗരണ സമയമായിരുന്നുവെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവാലയത്തിൽ പെസഹ കുഞ്ഞാടുകളെ കൊന്നിരുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവും കൊല്ലപ്പെട്ടു. യേശു പഴയ നിയമത്തിലെ കുഞ്ഞാടിനെ പോലെ പുതിയ നിയമത്തിൽ കൊല്ലപ്പെടേണ്ട കുഞ്ഞാടാണ് എന്ന യേശുവിൻ്റെ ദൗത്യം, അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതാന്ത്യം ഈ ലോകത്ത് ഇങ്ങനെ ആയിരിക്കുമെന്ന് സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പ്രയോഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1-2 പെസഹ കുഞ്ഞാടിൻ്റെ രക്തം പാപമോചനം നൽകി ഉടമ്പടി ഉറപ്പിക്കുന്നുവെന്നാണ് യഹൂദർ കരുതിയത്. എന്നാൽ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഒരു ആട്ടിൻകുട്ടിക്കോ കാളക്കിടാവിനോ കഴിയില്ലെന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനം 10:34 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവവും മനുഷ്യനും പാപരഹിതനുമായ ഒരു വ്യക്തിയുടെ രക്തത്തിന് മാത്രമേ അത് സാധിക്കൂ. അത് യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. നീതിമാനും സത്യസന്ധനുമായ ഒരു വ്യക്തിയുടെ ആത്മാർപ്പണമാണ് ഇന്നിൻ്റെ ആവശ്യം. സ്നാപക യോഹന്നാൻ ഇന്നിൻ്റെ ലോകത്തോട് പറയുകയാണ്, നീതിമാനും സത്യസന്ധനുമായ യേശുവിൻ്റെ ആത്മാർപ്പണം ഇന്ന് എല്ലാ മനുഷ്യരിലും ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. 1-3 ദൈവം തന്നെ കുഞ്ഞാടിനെക്കുറിച്ച് ഇത് വെട്ടിക്കളയണേ. 1-3 ദൈവം തരുന്ന കുഞ്ഞാടിനെക്കുറിച്ച് ഉൽപ്പത്തി 22:8 പെസഹ കുഞ്ഞാടിനെക്കുറിച്ച് പുറപ്പാട് 12:13 ജനങ്ങളുടെ പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാടിനെക്കുറിച്ചും സഹനദാസനാണ് ആ കുഞ്ഞാടെന്നും യെശയ്യാ 53:7-8 വചനങ്ങളിലും സൂചിപ്പിക്കുന്നു. പുറപ്പാട് 12:46 ഓർമ്മപ്പെടുത്തുന്നത് പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ തകർക്കരുതെന്നാണ്. ദൈവാലയത്തിലെ കുഞ്ഞാടുകളെ അറുത്തിരുന്ന അതേ മണിക്കൂറിൽ കള്ളന്മാരുടെ കാലുകൾ വെട്ടിമാറ്റിയപ്പോൾ അഥവാ ഒടിച്ചപ്പോൾ യേശുവിൻ്റെ കാലുകൾ തകർത്തില്ല എന്നാണ് രേഖപ്പെടുത്തുന്നത്. പരിശുദ്ധവും നൈർമല്യവും പൂർണ്ണതയുമുള്ള യഥാർത്ഥ പെസഹ കുഞ്ഞാടായി യേശു ഇവിടെ മാറുന്നുവെന്ന് പിന്നീടുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് സ്നാപക യോഹന്നാൻ്റെ വചനത്തോട് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. 1-4 പെസഹ കുഞ്ഞാടായ യേശുവിനെ ദൈവം തന്നെയാണ് നേരിട്ട് തിരഞ്ഞെടുത്തത്. കുരിശിൽ അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ തന്നിലേക്ക് തന്നെ എടുത്ത് അവ കഴുകി തുടച്ച് മായ്ച്ചു കളഞ്ഞു. സങ്കീർത്തനം 34:19 പ്രതിധ്വനി ഈ വചനങ്ങളിലുണ്ട്. നീതിമാൻ, അതായത് ക്രിസ്തു, അസംഖ്യം ക്ലേശങ്ങൾ സഹിക്കുന്നുവെങ്കിലും ദൈവം അവനെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നു.
അവൻ്റെ അസ്ഥികൾ തകർക്കപ്പെടുകയില്ല. 2. ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രണ്ടാമത്തെ അർത്ഥം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വമനസ്സ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ദാസനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. മറ്റുള്ളവർക്ക് സമൃദ്ധമായ ജീവൻ നൽകുവാൻ, ദൈവരാജ്യം നൽകുവാൻ വന്നവനാണ് ക്രിസ്തു എന്ന് സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാട്ടുന്നു. ജീവിതം ഒരു ചൂണ്ടിക്കാട്ടലും ചൂണ്ടുപലകയുമാണ്. ജീവിക്കുന്ന ക്രിസ്തുവിനെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ജീവിതങ്ങളിലൂടെയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. നാമെല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടുകളായി മാറണം. ചൂണ്ടുപലകകൾ എത്തിപ്പെടേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്. വിശ്വാസ തീർത്ഥാടകരായി ക്രൈസ്തവർ ജീവിക്കുമ്പോഴാണ് അവരും ചൂണ്ടുപലകകളായി മാറുന്നത്. അതുവഴി ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. തിന്മയെ നശിപ്പിക്കാൻ അധികാരമുള്ള കുഞ്ഞാടിനെ കുറിച്ച് വെളിപാട് 5-ാം അധ്യായം 6-ാം വചനവും 17-ാം അധ്യായം 14-ാമത്തെ വചനവും ചൂണ്ടിക്കാണിക്കുന്നു. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മൂന്നാമതായി ചിന്തിക്കേണ്ടത് ഇതാണ്. 3. ഇന്നിൻ്റെ കുഞ്ഞാടുകൾ. ദൈവത്തിൻ്റെ കുഞ്ഞാടുകളെ വക്താക്കളെയാണ് ഇന്ന് ആവശ്യം. എന്ത് വില കൊടുത്തും എല്ലാ ധാർമ്മികതയും കാറ്റിൽ പറത്തി അധികാരസ്ഥാനങ്ങളിൽ കയറുന്നവരെയല്ല, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരല്ല ഇന്നിൻ്റെ ആവശ്യം. നീതിബോധവും ധാർമ്മിക ബോധവും ജീവിച്ച് അധികാരം ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി കുഞ്ഞാടുകളായി മാറണം. ഇന്ന് പശ്ചിമ ഏഷ്യ അശാന്തതയും അസമാധാനവും നേരിടുകയാണ്. ഇവയുടെ നോവുകളേറുമ്പോൾ വെല്ലുവിളിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന നേതാക്കളെയല്ല രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും വേണ്ടത്. യുദ്ധം ഭ്രാന്താണെന്ന് പറഞ്ഞ ഫ്രാൻസിസ് പാപ്പയെ ഓർക്കാം. യുദ്ധം ഒന്നിനും ഒരു പരിഹാരവുമല്ല, നേട്ടവുമല്ല. ശാന്തിതൻ ദൂതനായി എന്നെ അയക്കണമേ എന്ന അസീസിയിലെ ഫ്രാൻസിസ് മാർ ഉണരട്ടെ. അസീസിമാരുണ്ടായാൽ ലോകം മാനസാന്തരപ്പെടും. അതിനെ ജീവിതം ജീവിക്കുന്ന കുഞ്ഞാടുകൾ ഉണരണം. ആ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ രാജ്യത്തെ, ഈ ലോകത്തെ ഉണർത്തണമേ എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയിൽ യേശു പറഞ്ഞത് ഇതാണ്: പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. അതായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. അതിനായി നമുക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.